നമസ്കാരം. പതിരും കതിരും. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര് എന്ന് പറഞ്ഞുകൊണ്ട് ആനപ്പാറയിൽ അച്ചമ്മ ആനയെ ചട്ടം പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ഗോഡ് ഫാദർ എന്ന സിനിമയിൽ. ഇതുപോലെ പ്രതിപക്ഷത്തെ യുവജന സംഘടനകൾ സമരം ചെയ്യുമ്പോൾ ഇനി മുതൽ ജലപീരങ്കി കൊണ്ടു നിർത്തിയിട്ട് പനിനീര് തള്ളി പീരങ്കി, പനിനീര് തള്ളി പീരങ്കി എന്ന് പറയണമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഞങ്ങളുടെ പിള്ളേരുടെ വായിലും മൂക്കിലുമൊക്കെ ചെളിവെള്ളം ഒഴിക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നലെ അരക്കുപ്പി അരിഷ്ടവുമായിട്ടാണ് പിണറായി വിജയൻ നിയമസഭയിലെത്തിയത്. നമ്മുടെ കഷായം ഗ്രീഷ്മ ജ്യൂസ് കുപ്പി പൊക്കിക്കാണിക്കുന്നത് പോലെ പിണറായി വിജയൻ ആ കലക്കവെള്ളം നിയമസഭയിൽ പ്രദർശിപ്പിച്ചു. അയ്യയ്യോ, എന്തൊരു നിറം, എന്തൊരഴുക്ക് വെള്ളം. ഇത്രയും കാലം നിയമസഭയിൽ ഉണ്ടായിട്ടും പിണറായി വിജയൻ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് മലർത്തി കാണിച്ചതല്ലാതെ ഇതുപോലെ കുപ്പിവെള്ളമൊന്നും പൊക്കി കാണിച്ചിട്ടില്ല. പക്ഷേ അതിലൊരു തെറ്റുണ്ട്. പണ്ടൊരു സാധനം പൊക്കി കാണിച്ചായിരുന്നു. 1977 മാർച്ച് 30 തൻ്റെ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായിട്ടാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. അത് ചരിത്രത്തിലെ മറക്കാനാകാത്തൊരു സംഭവമാണെന്നാണ് ദേശാഭിമാനിയും CPMകാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് ലോക്കപ്പിൽ വെച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് ക്രൂരമായ മർദ്ദനമേറ്റുപോലും. ആ ഭീകരമായ ദിനങ്ങളെ ഓർമ്മിപ്പിക്കാനായിരുന്നു അദ്ദേഹം തൻ്റെ ഷർട്ടും പൊതിഞ്ഞു കെട്ടി നിയമസഭയിൽ വന്നത്. ഷർട്ടിൽ ചോരയുണ്ടായിരുന്നു എന്നത് ശരിയാണ്, പക്ഷേ അത് ആരുടെ ചോരയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു വിധമായ തെളിവുമില്ല. സമരത്തിനിടയിൽ ആരുടെയോ തല പൊട്ടി ഒഴുകി റോഡിൽ വീണ ചോര അവിടുന്ന് തൂത്തുപുരട്ടി ഷർട്ടിലും മോന്തയ്ക്കും പുരട്ടിയ കപട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന ഒന്നും വലുതായി വിശ്വസിക്കാനും കഴിയില്ല പണ്ട് മുതൽക്കേ. അല്ല പിണറായി, കഴിഞ്ഞ ഭരണകാലത്ത് പ്രതിപക്ഷ നേതാക്കൾ ആരെങ്കിലും കുറുവടിയോ ചെടിച്ചട്ടിയോ നിയമസഭയിൽ കൊണ്ട് പൊക്കി കാണിച്ചായിരുന്നോ? നടന്നത് രക്ഷാപ്രവർത്തനമല്ല, തല്ലിക്കൊല്ലാനുള്ള ശ്രമമാണെന്ന് കാണിച്ച് ആ ഗൺമാന്മാർ ഉപയോഗിച്ച പത്തല് പ്രതിപക്ഷം അവിടെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നുവോ? ആ ക്രൂരമായി തല്ലിച്ചതച്ച ദൃശ്യം താങ്കൾ കണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്കത് കാണേണ്ട ആവശ്യമില്ല, ഞാൻ എന്തിന് കാരണമെന്നായിരുന്നു താങ്കൾ തിരിച്ചു ചോദിച്ചത്. കരിങ്കൊടി കാണിച്ചതിന് സമരക്കാരെ ആദ്യം ലാത്തി കൊണ്ടും പിന്നെ ചെടിച്ചട്ടി കൊണ്ടും തലയ്ക്കടിച്ചും വീഴ്ത്തിയ കൊടും ക്രൂരതയെ രക്ഷാപ്രവർത്തനം എന്ന വൃത്തികെട്ട വാക്കുകൊണ്ടല്ലേ നിങ്ങളന്ന് ന്യായീകരിച്ചത്? ആ വിദ്വാനാണിപ്പോൾ പൊക്കി കാണിക്കാൻ വന്നിരിക്കുന്നത്. ജലപീരങ്കിൽ മലിനജലം ആയിരുന്നത്രേ. താങ്കളുടെ ഭരണകാലത്ത് പവിത്രമായ ഗംഗാജലമായിരുന്നുവോ ഉപയോഗിച്ചിരുന്നത്? അത് ശിവജടയിൽ നിന്നും നേരിട്ട് ശേഖരിക്കുകയായിരുന്നല്ലോ. അതോ മിനറൽ വാട്ടർ ആയിരുന്നുവോ ആ ടാങ്കിൽ ഉപയോഗിച്ചിരുന്നത്? പുതിയ സർക്കാരിൻ്റെ വെള്ളം ദേഹത്ത് വീണപ്പോൾ ചൊറിയുന്നത്രേ. ചൊറിച്ചിൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ തന്നെ 10-40 ദിവസമായി. ഇതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ധർമ്മത്തിനും നീതിക്കും വേണ്ടി പ്രതിപക്ഷം സമരം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴീ നടത്തുന്ന സമരം എന്തിനാണെന്നോ? PM ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ. പിണറായി സർക്കാർ ഒപ്പിട്ട പദ്ധതിയിൽ നിന്നും എന്തുകൊണ്ട് നിങ്ങൾ പിൻവാങ്ങുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്തിനാണ് പോയി ഒപ്പിട്ടത്? അത് ഞങ്ങൾ ഒപ്പിട്ട് തള്ളുകയായിരുന്നുവെന്നാണ് യുവ നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. എന്തായാലും ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധിയെപ്പറ്റി പിണറായി വിജയൻ ആശങ്കപ്പെട്ടതിൽ യാതൊരു തെറ്റുമില്ല. ഇനിയുള്ള 5 വർഷക്കാലം ഈ കലാപരിപാടി നിത്യവും അരങ്ങേറാനുള്ളതാണ്. LDF പ്രതിപക്ഷത്താകുമ്പോഴെല്ലാം ഇവരുടെ യുവജന സംഘടനകൾ വിപ്ലവ വീര്യത്താൽ ഉണരുക പതിവാണ്. അല്ലാത്ത സമയത്തൊക്കെ പാലും വെള്ളവും കുടിച്ച് റെസ്റ്റാണ്. ജലപീരങ്കിക്ക് മുമ്പിൽ വന്ന് അടിച്ചു നനച്ച് കുളിക്കുക എന്ന പരിപാടിയാണ് SFIക്കാർക്കും DYFIക്കാർക്കും AIYFകാർക്കും ഇനിയുള്ള കാലമുള്ളത്. പക്ഷെ ചൊറിയുന്ന വെള്ളമാകരുത്, നല്ല പരിശുദ്ധമായ പനിനീര് വേണം അവരുടെ ദേഹത്തൊഴിക്കാൻ. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ മലിനജലം ഒഴിക്കുന്നതിനെപ്പറ്റി നിയമസഭയിൽ VD സതീശനോ മറ്റോ സബ്മിഷൻ ഉന്നയിച്ചത് ഓർക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള അസുഖങ്ങൾ പടരുമെന്നും മലിനജലം ഒഴിവാക്കണമെന്നുമായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒക്കെ അതിനെ പരിഹസിച്ചങ്ങ് തള്ളുകയായിരുന്നു. വൃത്തിയില്ലാത്ത ജലാശയങ്ങളിൽ നിന്ന് എടുക്കുന്ന വെള്ളമെടുത്ത് മദ്യപിക്കുന്നത് കൊണ്ടാണ് കുഴപ്പമെന്ന് ഭരണപക്ഷം പറഞ്ഞതായും ഓർക്കുന്നു. എന്നാലും ഇത്ര ശക്തമായി ജലപീരങ്കിയിൽ നിന്നും അടിച്ചു വീഴുന്ന വെള്ളം എങ്ങനെ 1/2 ലിറ്ററിൻ്റെ കുപ്പിയിൽ പിണറായി വിജയൻ ശേഖരിച്ചു എന്നതാണ് ഇപ്പോഴും സംശയം. അത് പോലീസിനോട് പറഞ്ഞ് പ്രത്യേകമായി സാമ്പിൾ എടുത്തതാണോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം മുതലേ ഉപയോഗിച്ചു വരുന്നതാണ് ഈ ജലപീരങ്കികൾ. അതിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി കിടന്ന അഴുക്കായിരിക്കും ഇത്. അതോ നിയമസഭയിലേക്ക് വരുന്ന വഴി മരുമകനെ കൊണ്ട് ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നും ശേഖരിച്ച വെള്ളമാണോ സഖാവേ? ഇന്നലെ CPI നേതാവ് P രാജൻ മുണ്ട് പൊക്കിച്ചാടുന്ന രംഗമാണ് ചിരി ഉണർത്തിയത്. മുണ്ടും അടക്കിക്കുത്തി ജലപീരങ്കിക്ക് മുമ്പിൽ നിൽക്കുകയായിരുന്നു രാജൻ. വെള്ളം അടിച്ചു വിട്ടപ്പോൾ രാജൻ്റെ ദേഹത്തും വീണു.
ഇത് അങ്ങേയറ്റം ക്രൂരമായ പകപോക്കലാണെന്നൊക്കെയായി രാജൻ്റെ കരച്ചിൽ. അല്ല രാജ, ആ നവകേരള സദസ്സിന് പോയപ്പോൾ രാജൻ ബസ്സിനുള്ളിൽ കമ്പിയിൽ ഞാന്ന് കിടന്ന് എന്തൊക്കെ അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. അന്ന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയറിഞ്ഞ് പറിച്ചപ്പോൾ താങ്കൾ കിടന്ന് ആർത്ത് ചിരിക്കുകയായിരുന്നല്ലോ. മുഴുത്ത CPI നേതാക്കൾ എന്തുകൊണ്ടാണ് ആ തെമ്മാടിത്തരം കാണിക്കരുത് എന്ന് സർക്കാരിനോടൊന്ന് പറയാതിരുന്നത്? രാജനും പിള്ളേർക്കും ചൊറിയുന്നെങ്കിൽ പോയി ശുദ്ധമായ ജലത്തിൽ ഒന്നുകൂടി കുളിക്കുക. അന്നും വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേരെ പിണറായി സർക്കാർ ക്രൂരമായി തന്നെയാണ് പെരുമാറിയത്. ഒരക്ഷരം പോലും താങ്കളുടെയും പാർട്ടിയുടെയും വായിൽ നിന്ന് വീണില്ല. ഇനി മുതൽ തിളപ്പിച്ചാറ്റിയ വെള്ളം നിങ്ങളുടെ ദേഹത്ത് സ്പ്രേ ചെയ്യാൻ സർക്കാർ തീരുമാനിക്കും. അല്ലെങ്കിൽ സംസം കിണറ്റിലെയും ഗംഗയിലെയും ജലം തുല്യമായ അളവിൽ മിക്സ് ചെയ്ത് പ്രയോഗിക്കാൻ ഈ സർക്കാർ ഉത്തരവിടും. വേണമെങ്കിൽ അല്പം റോസ് വാട്ടർ കൂടിയാകാം. പിണറായി സഖാബേ, അങ്ങ് 10 വർഷം ഭരണത്തിലിരുന്ന് കാണിച്ചു കൂട്ടിയ നെറികേടുകളൊക്കെ ജനത്തിനറിയാം. അതുകൊണ്ട് താങ്കളും പാർട്ടിയും എത്രമാത്രം കരഞ്ഞാലും ജനം അത് കണ്ട് പുച്ഛിച്ച് തള്ളുക മാത്രമേ ഉള്ളൂ. ജലപീരങ്കിൽ നിന്നുള്ള വെള്ളം അടിച്ചപ്പോൾ വായിൽ ഇത്തിരി കലക്കവെള്ളം വീണു. അതിനെന്തിനാണ് രാജൻ സഖാവൊക്കെ ഇത്രമാത്രം നനഞ്ഞു നിന്ന് കരയുന്നത്? ഇനി എത്രയോ വെള്ളം വീഴാനിരിക്കുന്നു. ഒന്ന് നനഞ്ഞപ്പോഴേക്കും താങ്കളുടെ വീര്യം കെട്ടുപോയോ? കുപ്പിയുമായി നിയമസഭയിലെത്തിയ പിണറായി സഖാവേ, ദിനംപ്രതി പരിഹാസ്യനായി രാഷ്ട്രീയത്തിൻ്റെ അഭ്രപാളിയിൽ അപ്രസക്തനാകാനാണ് അങ്ങയുടെ യോഗം.